Hello guys, welcome to Nith'z Recipes and Tips. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാകിസ്ഥാനി ഡിഷാണ്. ഇതൊരു ചിക്കൻ കറിയാണ്. സോ ഈ പാകിസ്ഥാനി ഡിഷിൻ്റെ പേരാണ് ചിക്കൻ ദോ പ്യാസ. സോ ഈ ദോ പ്യാസ എന്ന് പറയുന്നത് നമ്മുടെ സവോളയാണ് ഇതിനകത്തൊരു ഹൈലൈറ്റ് ചെയ്തൊരു സംഭവം ഈ കറിക്കകത്ത്. സോ നമ്മൾ സവോള സാധാരണ ചെറുതായിട്ട് അരിഞ്ഞിടുന്ന ചിക്കൻ കറിയിൽ അരിയുന്ന പോലെയല്ല, കുറച്ചുകൂടെ വെറൈറ്റി രീതിയിൽ ഈ കറി റെസിപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ കറി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പാകിസ്ഥാനി ഡിഷ് കഴിച്ച ആൾക്കാർ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും. അല്ലാത്ത ആൾക്കാർ ഇതെന്തായാലും ട്രൈ ചെയ്യണം. ഒരു തിക്ക് ഗ്രേവിയാണ്. നിങ്ങൾക്ക് ഇത് റൈസിൻ്റെ കൂടെ കഴിക്കാം, നാണിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം. സോ എല്ലാ രീതിയിലും കഴിക്കാൻ പറ്റുന്നൊരു തിക്ക് ഗ്രേവി അടിപൊളി റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇത് പോയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് വേണ്ട തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ പ്യൂരി 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 ടൊമാറ്റോ ഇങ്ങനെ വലിയ ക്യൂബ്സ് ആയിട്ട് സ്ലൈസ് ചെയ്ത്, പിന്നെ ഇത് 2 സവോള അതും ഈ രീതിയിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 4 സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കസ്തൂരി മേത്തി ഇതൊരു 2 ടീസ്പൂൺ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 5 ടീസ്പൂൺ. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ട സാധനങ്ങളാണ്. നമ്മൾ ആദ്യം 4 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട്. 1 2 3 4 ഞാൻ ഹീപ്പ് ആയിട്ടാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും ഒരു 4 ടീസ്പൂൺ. 2 3 and 4. പിന്നെ ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് തൈരിൻ്റെ മസാല. ഇതാണ് ഏറ്റവും ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ കറിക്കകത്തുള്ളത്. അപ്പോൾ നമ്മുടെ തൈര് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 12 ടേബിൾ സ്പൂൺ തൈരാണ് ഇടുന്നത്. ഇപ്പോൾ ഇവിടെ 8 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4 എണ്ണം കൂടെ ഇടാം. 1 2 3 ഫൈനൽ 4. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നത്. 1 പിന്നെ ഒരു 1/2 ടീസ്പൂണും കൂടെ. പിന്നെ മല്ലിപ്പൊടി ഒരു 5 ടീസ്പൂൺ. 1 2 3 4 5. അത് കഴിഞ്ഞു. ഇനി ഞാൻ മുളക് പൊടി ഞാനൊരു 4 ടീസ്പൂൺ. 1 2 3 4. അപ്പോൾ അത് 4 ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യുമിൻ പൗഡർ ഞാനൊരു, അതായത് നല്ല ജീരകത്തിൻ്റെ പൊടി, അതന്നെ, അത് ഞാനൊരു 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1 2 3. ഇതാണ് ഈ കറിയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓർഡർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു സംഭവമാണ് കറി. ഞാനൊരു 3 ടീസ്പൂൺ അതും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ സംഭവം നല്ല രീതിയിൽ ബ്ലെൻഡായി വന്നത്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കി കറി ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നത്. ഇതിൽ കുറച്ച് കൂടുതൽ എണ്ണ വേണം. അപ്പോൾ ഞാൻ അപ്പോൾ ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലോട്ട് നമുക്ക് ഈ സവോള, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 സവോള ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം.
സവാള നല്ല രീതിയിലൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇനി നമുക്കിതിലേക്ക് 4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതിലോട്ട് നമ്മുടെ ഈ ടൊമാറ്റോ പ്യൂരി ഇതിലോട്ട് ഒഴിക്കണം. ഇനി നമുക്ക് ഈ ടൊമാറ്റോ പ്യൂരി ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ എണ്ണ വിട്ട് മാറുന്ന ഒരു പരുവം വരും. ആ സമയത്ത് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പിടും. അതിൽ കുറച്ച് ഉപ്പിടാം. ഈ ഉപ്പിടുമ്പോൾ നമ്മൾ ചിക്കനിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അത് കണക്കാക്കിയിട്ട് കുറച്ച് ഉപ്പിടുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെച്ച കേർഡ് മസാല ഇതിനകത്തേക്ക് ഇടുക. അപ്പം ഇനി നമുക്കിത് എല്ലാം കൊണ്ട് മൊത്തം ഒന്ന് കൂട്ടിയിട്ട് ഇതൊന്ന് ഇളക്കാം. ഇനി വീണ്ടും ഇത് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരും. ആ പരുവത്തിലാണ് നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ഇടുന്നത്. ഇവിടെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് നമ്മളെ ഈ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ചിക്കനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ബാക്കി അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ചിക്കൻ ഇതിനകത്തേക്ക് ഇടാം. ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പാത്രം ഇച്ചിരി ചെറുതായും കൊണ്ടാണ് ഞാൻ ഈ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ വലിയ കടായി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ കടായി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇത് ഇപ്പോൾ ഒരു 2-3 മിനിറ്റായി. നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1.5 സ്പൂൺ ഗരം മസാല ഇതിലേക്ക് ഇടാം. ഇത് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്യാം. ഒരു 5-6 മിനിറ്റ് ഇത് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മളിത് ഇങ്ങനത്തെ ഗ്ലാസ്സിലാണ് നമ്മൾ വെള്ളം എടുക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അതാണ് നമ്മൾ അടുത്ത പരിപാടി. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഏകദേശം റെഡിയായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3-4 പച്ചമുളകും നമ്മൾ നേരത്തെ ഇതളാക്കി വെച്ചിരിക്കുന്ന സോഡയും കൂടി ഇടാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കസൂരി മെത്തിയും തക്കാളി ഇടാം. വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണലായിട്ട് മല്ലിയില ഇടാം. നമ്മളെന്തായാലും അത് ഇടുന്നില്ല. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ആക്കിയിട്ടൊരു 3 മിനിറ്റ് 4 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ദോ പ്യാസ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വാങ്ങി വെക്കാം.